ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ഹോം മെയ്ഡ് ബ്ലീച്ചിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സമയത്തിൻ്റെ പ്രശ്നം മൂലം ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് പെൻഡിങ് ആണ് വീഡിയോ ചെയ്യാനായിട്ട്. എന്തായാലും ഫേഷ്യൽ, മേക്കപ്പ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിപ്പോൾ വീഡിയോ ഇടുന്നത്. ഫേഷ്യലിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണാവുന്ന ഒന്നാണ് ബ്ലീച്ച്. ചർമ്മത്തിൻ്റെ നിറം കൂട്ടാനായിട്ടാണ് നമ്മൾ ബ്ലീച്ച് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുഖത്തെ രോമത്തിൻ്റെ നിറം ഒന്ന് ലൈറ്റാക്കി നമ്മുടെ സ്കിന്നിൻ്റെ നിറത്തോട് ചേർത്ത് കൊണ്ടുവരാനും സഹായിക്കുന്ന ഒന്നാണിത്. ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ ബ്ലീച്ചുകൾ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ വാങ്ങി പതിവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മത്തിന് വളരെ ദോഷമുള്ളൊരു കാര്യമാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ കൂടെ ചെയ്താലും നമ്മളാരും ബ്യൂട്ടി പാർലറിൽ പോകുന്നവർ ബ്ലീച്ച് ഉപയോഗിക്കാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ബ്ലീച്ച് എപ്പോഴും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ദോഷമാണ്. അപ്പോൾ ചില ആൾക്കാർ ബ്ലീച്ച് പാർലറിൽ പോയി ചെയ്യുന്നതിന് പകരമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ കിറ്റൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോഴും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതിലുള്ള അളവുകൾ കറക്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല. എത്ര നല്ല ക്വാളിറ്റിയുള്ള ബ്ലീച്ച് വാങ്ങി ഉപയോഗിച്ചാലും ചിലപ്പോൾ അളവുകൾ കറക്റ്റ് അല്ലെങ്കിൽ അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിട്ട് ചിലപ്പോൾ സംഭവിക്കാം. ഇപ്പോൾ കാശ് കളയാതെയും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് യാതൊരു ദോഷവുമില്ലാതെയും എങ്ങനെയാണ് ബ്ലീച്ച് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചാണ് ഞാനൊരു അന്വേഷണം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒന്നാണ് ഉരുളക്കിഴങ്ങ്. അടുക്കളയിലൊന്ന് പോയി സെർച്ച് ചെയ്താൽ മതി, തീർച്ചയായിട്ടും ഉരുളക്കിഴങ്ങ് കിട്ടും. അപ്പോൾ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ധാരാളമുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ്. അപ്പോൾ എന്തായാലും പോയി ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം തൊലി കളയുക. ഇനി ഇത് ഒന്ന് അരിഞ്ഞു വയ്ക്കുക. അരിഞ്ഞ ശേഷം കഴുകേണ്ട ആവശ്യമില്ല. അരിഞ്ഞത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് റോസ് വാട്ടർ, അതായത് 1-2 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കി ഉപയോഗിക്കാം. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒന്നാണ്, മുഖം വാഷ് ചെയ്ത ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ മുഖത്തെ വെള്ളം തുടച്ച് മാറ്റിയ ശേഷം അതൊരു സോഫ്റ്റ് ടവൽ ഉപയോഗിച്ച് തുടച്ച് മാറ്റുക. ഓയിലി സ്കിൻ മുതൽ നോർമൽ സ്കിൻ വരെയുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. ഇനി നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മുടെ ഈ ബ്ലീച്ചിലേക്ക് 1 ടീസ്പൂൺ തേൻ കൂടി ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഓയിലിയാണ്, ഒത്തിരി പിമ്പിൾസൊക്കെ വരുന്ന സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ അതിലേക്ക് ഒരല്പം മുൾട്ടാണി മിട്ടി കൂടി ചേർത്ത് ഉപയോഗിക്കാം. ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അതും വളരെ നല്ലതാണ്. ചിലർക്കൊരു തെറ്റായ ധാരണയുള്ളത് ബ്ലീച്ച് ഒരുപാട് നേരം മുഖത്തിട്ടിരുന്നാൽ മുഖത്തിൻ്റെ നിറം ഒത്തിരി വർദ്ധിക്കുമെന്നുള്ളതും. അത് അത്ര കറക്റ്റൊന്നുമല്ല. ബ്ലീച്ചിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ നമ്മൾ മുഖത്ത് വെച്ചതുകൊണ്ട് യാതൊരു ചേഞ്ച് വരാനില്ല. അപ്പോൾ അതുകൊണ്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. മുഖത്തിന് നല്ല നിറം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്ക്, അതായത് ഈ ബ്ലീച്ച് ആഴ്ചയിൽ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇത് ഒരാഴ്ച യൂസ് ചെയ്ത് നിർത്തുകയല്ല ചെയ്യേണ്ടത്. കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. കരുവാളിപ്പും കറുപ്പ് നിറവും ഒക്കെ മാറാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ബ്ലീച്ചാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട്. ഉരുളക്കിഴങ്ങിന് നമ്മുടെ സ്കിന്നിലുള്ള കൊളോജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നിറം കൂടുതലായിട്ട് വയ്ക്കും. അതുപോലെ തന്നെ ഇതിലുള്ള മൈൽഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനും ചർമ്മത്തിലെ പിഗ്മെൻറ്റേഷൻ അകറ്റി സ്കിൻ കൂടുതൽ ലൈറ്റൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പൊട്ടറ്റോയിലുള്ള കാൽസ്യം ചർമ്മത്തിൻ്റെ വരൾച്ച അകറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം നല്ലൊരു മോയ്സ്ചറൈസറിൻ്റെ ഗുണം കൂടി ഡ്രൈ സ്കിന്നുള്ളവർക്ക് നൽകുന്നുണ്ട്. പൊട്ടറ്റോയിലുള്ള മൈൽഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് കാരണം ചെറിയൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത ചിലപ്പോൾ തോന്നിയേക്കാം. കെമിക്കൽസ് അടങ്ങിയ ബ്ലീച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ ഇതിലായിരിക്കും നമുക്ക് ഇറിറ്റേഷൻ തോന്നുക.
പിന്നെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്ത ശേഷം എന്തും ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിന്നിൽ, അതായത് കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് പുരട്ടിയ ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. ചുമപ്പ് നിറമോ തടിപ്പോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ കൂട്ടുകാരോട് ഒരു ചെറിയ കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. ഓൾ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വയ്ക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചോദിച്ച മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.